ശബരിമല സ്വർണ്ണക്കവർച്ച അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനും പേരൂർക്കടയിൽ ദളിത് സ്ത്രീയെ അന്യായമായി കസ്റ്റഡിയിലെടുത്തതിൽ വീഴ്ച വരുത്തിയ SHO ശിവനെയാണ് SITയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ADGP H വെങ്കടേഷിന്റേതാണ് നടപടി. ശിവൻ ഇന്നലെയാണ് SITക്കൊപ്പം ചേർന്നിരിക്കുന്നത്. അതേസമയം ഇത് വിവാദമായതോടെ ഉദ്യോഗസ്ഥനെ പിൻവലിച്ചുവെന്നാണ് ADGP ഇപ്പോൾ പറയുന്നത്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, കഴിഞ്ഞ ദിവസമാണ് വളരെ സുപ്രധാനമായ ശബരിമലയിലെ പോലീസ് വിന്യാസത്തെക്കുറിച്ചുള്ള ഒരു സർക്കുലർ പുറത്തു വന്നത്. അന്ന് അതിൽ ഉൾപ്പെട്ടിരുന്നത് അങ്കിത് അശോകൻ, തൃശൂർ പൂരം കലക്കലിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന അങ്കിത് അശോകനെയാണ് ശബരിമല വിന്യാസത്തിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ നോക്കൂ, ഈ ഒരു സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന ഈ സംഘത്തിൽ ഈ ഒരു ഉദ്യോഗസ്ഥൻ കൂടി ഇടം പിടിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ സിനിമ പറഞ്ഞതുപോലെ തന്നെ അത്രയും സെൻസിറ്റീവ് ആയൊരു വിഷയമാണ്, ഒരു കേസാണ് ഈ ശബരിമല സ്വർണ്ണ കവർച്ച എന്ന് പറയുന്നത്. അതിന്റെ അന്വേഷണത്തിലാണ് ഇത്തരത്തിലൊരു വൻ വീഴ്ച എന്ന് നമുക്കിതിനെ പറയാൻ സാധിക്കും. കാരണം ആരോപണ വിധേയനായിട്ടുള്ള ഒരു ഇൻസ്പെക്ടറെയാണ് ഈ ഒരു സംഘത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പേരൂർക്കടയിലെ ദളിത് സ്ത്രീയെ അന്യായമായി കസ്റ്റഡിയിൽ വെച്ചതിന് വീഴ്ച വരുത്തിയ SHO ശിവനെയാണ് ഈ ഒരു SIT സംഘത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ADGP H വെങ്കടേഷ് ആണ് ഈ ഒരു നടപടി സ്വീകരിച്ചത്. എന്നാൽ അതിൽ അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്നും താനും എസ്പിമാരും മാത്രമാണ് ഈ ഒരു അന്വേഷണ സംഘത്തിലുണ്ട് എന്നുള്ളൊരു വിശദീകരണമാണ് ADGPയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ശിവൻ മുൻപ് കുറ്റക്കാരനാണെന്ന് കണ്ട് അദ്ദേഹത്തെ കോഴിക്കോടേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ശേഷം നിയമ നടപടികൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു ടീമിൽ SITയുടെ ടീമിലേക്ക് അംഗമായി എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിശദീകരണം വന്നിരിക്കുന്നത്. പക്ഷെ അതെല്ലാം നിഷേധിക്കുന്നതാണ് ഇപ്പോൾ ADGPയുടെ വാക്കുകൾ. ഇങ്ങനെ ഒരു അന്വേഷണ സംഘത്തിൽ താനും എസ്പിമാരും മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്, അല്ലാതെ ഈ ഒരു ഉദ്യോഗസ്ഥനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നൊരു വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. ഇത്രയും കോൺട്രവേഴ്സിയായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേസിലാണ്, ഒരു വിഷയത്തിലാണ് ഇത്തരത്തിലൊരു അനാസ്ഥ SITയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി വരെ വളരെ സെൻസിറ്റീവായ വിഷയമാണ്. ഈ ഒരു കാര്യം അത്രയും സെൻസിറ്റീവ് ആയുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ വളരെ മുഖ്യമായി തന്നെ അതിന്റെ അന്വേഷണം പുരോഗമിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അനാസ്ഥ SITയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ആ അനാസ്ഥ സംഭവിച്ചിട്ടില്ല എന്നൊരു വിശദീകരണം, ഒരു മുട്ടാപ്പൊക്ക് ന്യായമാണ് H വെങ്കടേഷ് അടക്കമുള്ളവർ പറയുന്നത്. അത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്നൊരു വിശദീകരണമാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.